ബ്രിക്ക് ഫിലിപ്പ് കോച്ച് സംവിധാനം ചെയ്ത് നെറ്റ്ഫ്ലിക്സിൽ റിലീസായിട്ടുള്ള ഒരു ജർമ്മൻ മിസ്റ്ററി സൈഫൈ ത്രില്ലർ സിനിമയാണ് ഇന്ന് ഈ സിനിമയെക്കുറിച്ച്. ഓൾറെഡി തങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുകൾ വീണ ടിം ഒലിവിയ എന്നീ ദമ്പതികളുടെ വീട്ടുവാതിൽക്കൽ മറ്റൊരു വലിയ പ്രതിബന്ധമായിട്ട് ഒരു ഭിത്തി ഉയർന്നു വരുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. കേട്ടുവല്ലോ, മനസ്സിലായോ? മനസ്സിലാവാൻ പാടില്ല. കാരണം ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയാതെ ഈ പടം കാണുന്നതായിരിക്കും നല്ലത്. എങ്കിലേ പടം നന്നായിട്ട് നിങ്ങൾക്ക് വർക്ക് ആവുകയുള്ളൂ. വളരെ ഫാസ്റ്റ് പേസിൽ പറഞ്ഞു പോകുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു പടമാണ് ബ്രിക്ക്. മുൻപിറങ്ങിയ ചില സിനിമകൾ അതുപോലെ ചില സീരീസ് ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു പോക്ക്, ആ ഒരു വൈബ്. എങ്കിലും ഈ പടത്തിന് അതിൻ്റെതായ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഒരു സർവൈവൽ ത്രില്ലർ കോൺസെപ്റ്റ് ആണ് പടത്തിന്. നല്ല രീതിയിൽ ടെൻഷൻ ബിൽഡിംഗ് ആണ്, ഇന്റൻസും സസ്പെൻസ്ഫുള്ളുമാണ്. നമ്മളെ അവസാനം വരെ എൻഗേജിംഗ് ആക്കി പടം നിർത്തുന്നുണ്ട്. ക്യാരക്ടേഴ്സ് ആൻഡ് പെർഫോമൻസ് ഒക്കെ കൊള്ളാമായിരുന്നു. പ്രത്യേകിച്ച് നായികയായിട്ട് വന്ന റൂബി ഓഫാബിയുടെ കിടു പെർഫോമൻസ് പടത്തിലുണ്ട്. അതുപോലെ തന്നെ നായകനായിട്ട് വന്ന മത്തിയാസും കൊള്ളാം. ബാക്കി എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ നൈസ് ആയിരുന്നു. പടത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ, VFX, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഡീസന്റ് ആണ്. ക്യാമറ എഡിറ്റിംഗും കൊള്ളാം. മൊത്തത്തിൽ ടെക്നിക്കലി നീറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. കഥാപാത്രങ്ങളോടൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടം തോന്നുന്ന വിധത്തിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് പടം എഴുതിയിട്ടുള്ളത്. പക്ഷെ ഇമോഷണൽ പോർഷൻസിന് അത്രയ്ക്ക് ഇമ്പാക്ട് ഉണ്ടായില്ല എന്നത് സിനിമയുടെയും സ്ക്രിപ്റ്റിന്റെ ഒരു നെഗറ്റീവ് തന്നെയാണ്. പിന്നെ പലപ്പോഴും ഈ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന പല മണ്ടത്തരങ്ങളാണ് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും. മൊത്തത്തിൽ ഒരു ഡീസന്റ് പടമാണ്. സൈഫൈ ത്രില്ലർ പ്രേമികൾക്ക് ഒരു തവണ കാണാൻ പറ്റുന്ന വെർത്ത് വാച്ച് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. എനിക്ക് പേഴ്സണലി വർക്കായിട്ടുള്ള ഒരു സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾക്ക് ഈ പടം കാണാം. ആകെ 1 മണിക്കൂർ 36 മിനിറ്റ് മാത്രമേ സിനിമയ്ക്ക് റൺ ടൈം ഉള്ളൂ. ജർമ്മൻ ആണ് ഇതിന്റെ ഒറിജിനൽ ലാംഗ്വേജ്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് ഡബിങ്ങും അവൈലബിൾ ആണ്. ഞാൻ ഇംഗ്ലീഷിലാണ് കണ്ടത്. 18+ ഒന്നുമല്ല, പക്ഷെ ചില വയലൻസ് സീനുകളുണ്ട്, അത് ഓർക്കുക. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.